ഇന്ത്യ പാക് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളുടെ സ്ഥിതി സങ്കീർണവും ആശങ്കാജനകവുമായി തുടരുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഗിങ്കൽ എന്ന ബാരാമുള്ളയ്ക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിലാണ്. ഇവിടുത്തെ ഷെൽ പതിച്ച ചുമരുകളിൽ ഷെല്ല് പതിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം നമ്മൾ കാണുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനാണ് ആ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യുന്നത്. മുഴുവൻ ഷെല്ലുകളാണ്. ഇവിടുത്തെ വീടുകളിലൊക്കെ ഷെല്ലുകൾ തറച്ചിട്ടുണ്ട്, അവരുടെ വീടുകൾ തകർന്നിട്ടുണ്ട്. ഇതിൻ്റെ എത്ര ആഘാതത്തിലാണ് ഈ ഷെല്ലുകൾ പാകിസ്ഥാൻ തൊടുത്തുവിടുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കൂടി മനസ്സിലാകുന്നത്. ഇവിടെയുള്ള വീടുകൾ ആകെ തകർന്നു, ഇവിടെയുള്ള ഇവരുടെ ജീവിതം തന്നെ വഴിമുട്ടിപ്പോയി. പലരും ഇവിടെ നിന്ന് മറ്റു ഗ്രാമങ്ങളിലേക്ക് ജീവരക്ഷാർത്ഥം പലായനം ചെയ്യുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ എങ്ങനെയാണ് അതിസാധാരണക്കാരായ കശ്മീരി ജനതയുടെ ജീവിതം ദുസ്സഹമാക്കുന്നത് എന്നതിൻ്റെ നേർ ചിത്രമാണ് ഗിങ്കൽ എന്ന ഗ്രാമത്തിൽ നമ്മൾ കാണുന്നത്. ഇതൊക്കെ എത്ര ആഘാതത്തിൽ ഇവിടെ ഷെല്ലുകൾ വന്ന് പതിച്ചതാണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ദൃശ്യങ്ങൾ കാണിക്കേണ്ടതില്ല. ഇവിടെ ചില ആളുകളുണ്ട്, അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം എന്ന് തോന്നുന്നു. क्या है अभी, क्या हालत है अभी गंगल में? अभी तो फ़िलहाल मुझे लगता है सुबह से बंद है, ठीक है। सुबह 4 बजे लास्ट था जो हुआ था, शेलिंग हो रही थी। तो दिन में आबादी है? आबादी तो यहाँ बहुत है, हज़ारों में, ठीक है। तो अभी तो मुझे लगता है बहुत कम लोग हैं, सिर्फ कुछ ही लोग, मुझे लगता है 100 के करीब लोग होगा, ठीक है ना। तो अभी ये है कि अभी दिन में तो सब शांत हो गया है, दिख रहा है कि दिन में कुछ ऐसा सच एक्टिविटी नहीं हो रही। रात में मान लो अगर 8-9 बजे होते ही शुरू हो जाएगा, ठीक है ना। सब चला गया मोस्टली, हाँ, सब लोग माइग्रेट कर गए हैं यहाँ से। तो यहाँ बस मुझे लगता है पूरे 10-20 घरों में से एक कोई बंदा होगा जो बस पीछे रह गया होगा। वो भी इसलिए कि वो पीछे जो और लोग बचे हैं उनको इवैक्यूएट करा पाए। तो मोस्टली आप देख सकते हो शेल ने क्या किया हुआ है, ठीक है। ये रात को आके गिरे नए वाले, 2-3 दिन पहले भी गिरे थे, अब ये रात का मुझे लग रहा है, ठीक है ना। तो उससे क्या हुआ, ये सारा देखो टीन की चादर कितनी मोटी होती है, लेकिन ये फट गया। हाँ, जाते हुए क्या होता है, अगर वहाँ से आ रहा है तो वो बिल्कुल इतना तेज़ होता है कि रॉकेट की आवाज़ से आवाज़ आती है शू करके। अगर इंसान ये महसूस करे कि वो आ रहा है तो मैं भाग जाऊँगा, नहीं, विद इन द ब्लिंक ऑफ आई आप होंगे ही नहीं, ठीक है। इतनी तेज़ होता है, ठीक है। आपको आवाज़ आएगी बस एक तेज़ शू और गड़ाम, इतनी तेज़ आवाज़। उस बीच में इंसान कुछ नहीं कर सकता है। बस इस लाइक कि यू हैव टू कीप योर सेल्फ सेफ, है ना। निकल भी सही सकता है। अब गोली कोई चलाएगा आपको, आप क्या उससे डॉज कर लेंगे, नहीं कर पाएंगे ना। इसी तरह शेल बुलेट का एक बड़ा फॉर्म है, ठीक है ना। तो मुझे नहीं लगता है एक इंसान, क्या दीवार देखो, दीवार की मतलब हालत ये है तो इंसान क्या। ഇതാണ് ഈ ചുമരുകൾ നോക്കിയാൽ അറിയാമല്ലോ. എന്നാൽ പിന്നെ മനുഷ്യരുടെ കാര്യം ഇനി പറയാനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഗിങ്കൽ എന്ന ഗ്രാമത്തിലെ കാഴ്ചയാണ്. മനു ബാലകൃഷ്ണൻ മുന്നിലേക്ക് വന്ന് ഒരു വശത്തെ കാഴ്ചകൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്താൽ അവിടെ അപ്പുറത്തൊരു വീടുണ്ട്. ആ വീട് തകർന്നിരിക്കുന്നത്, കുറച്ചുകൂടി മുന്നിലേക്ക് വന്നാൽ ആ വീട് തകർന്നിരിക്കുന്നത് നമുക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയും. ആ വീടൊക്കെ ഈ രൂപത്തിലാണ് വീടുകൾ തകർന്നിരിക്കുന്നത്. ഇവിടെയുള്ള ആളുകളൊക്കെ ഭയത്തിലാണ് കഴിയുന്നത്. കുറച്ച് ആളുകളെ ഇപ്പോഴുള്ളൂ, പരമാവധി കൂടുതൽ ആളുകൾ ഇവിടുന്ന് പലായനം ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ കശ്മീർ.